ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 28-ാം അധ്യായം ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 28-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അടുത്ത വാക്യം കൂടെ. എല്ലാവരും ദൈവവചനം തുറന്നു നോക്കിയോ? 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളാണ് നാം അവിടെ വായിച്ചത്. ഒരു വാക്യം കൂടെ നമുക്ക് ചേർത്ത് വായിക്കണം. 8-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ച് അതിന്റെ തന്നെ 8-ാമത്തെ വാക്യം. ആകയാൽ ാം അധ്യായത്തില് ദാവീദ് രാജാവ് തന്റെ ജനത്തോടും തന്റെ മകനോടും സംസാരിക്കുന്ന 2 വിധ സന്ദേശങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദ് രാജാവ് താൻ പ്രതിദാനം ചെയ്യുന്ന തന്റെ ജനത്തോട് മാത്രമല്ല തന്റെ മകനായ ശലോമോനോടും സംസാരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അതില് ആ 2 സന്ദേശങ്ങളിലും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്ന ധാരാളം ആശയങ്ങളുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ ജനത്തോടായിട്ട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിന്ന് പോകണം എന്നുള്ളൊരാശയമാണ് അവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളിൽ നല്ല ദേശം അനുഭവിക്കുകയും പിന്നത്തേതിൽ അത് നിങ്ങളുടെ കൈവശമാക്കേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യും. ദൈവിക ബന്ധത്തിൽ നിലനിന്ന് പോകണം. അത് കഴിഞ്ഞ് ജനത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ തന്റെ മകനോട് സംസാരിക്കുക. അതാണ് ഞാൻ കുറച്ചുകൂടെ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് പ്രേരണ നൽകിയത്. നമ്മുടെ കുടുംബവും മക്കളും ഒക്കെയായി ബന്ധപ്പെട്ട് ഈ ഭൂമിയിൽ മുന്നോട്ട് പോവുകയാണല്ലോ. പ്രത്യേക മാതാപിതാക്കന്മാർ ഇത് മക്കൾക്കുള്ള സന്ദേശമായിട്ട് മാത്രമല്ല എല്ലാവർക്കുമുള്ള സന്ദേശമാണ്. എങ്കിൽ തന്നെ മക്കൾ ആയി ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ കുറച്ചുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ആ ഭാഗമൊന്ന് മനസ്സുകൊണ്ട് ധ്യാനിക്കണം. 9-ാമത്തെ വാക്യം, നീയോ എൻ്റെ മകനായ ശലോമോനെ നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയണം. നിർത്തി സംസാരിക്കാം. ദാവീദ് പറയുന്നൊരു കാര്യം ഇതാണ്. മോനോട് പറയുകയാണ്, നീ ആരെ അറിയണം? നിന്റെ അപ്പന്റെ ദൈവത്തെ നീ അറിയണം. എല്ലാ മക്കളും തന്നെ നോക്കിക്കേ, എല്ലാവരും എന്നെ നോക്കിക്കേ. നമ്മൾ അറിയേണ്ടത് ആരെയാണ്? ഒന്നാമത്തെ അറിവ് നമ്മുടെ ദൈവത്തെ അറിയണം. നമ്മുടെ അപ്പൻ വിളിക്കുന്ന ദൈവത്തെ നാമം വിളിക്കണം. അപ്പൻ വിളിക്കുന്ന അപ്പനിലൂടെ പിതാക്കന്മാരിലൂടെ ദൈവത്തെ കുറിച്ചുള്ള ചിന്ത നൽകിയിട്ടില്ലേ? ദൈവം തന്നതല്ലേ? എന്റെ പിതാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ചാച്ചൻ ആഴ്ചയിൽ 2 ദിവസം ബൈബിൾ ക്ലാസ് എടുക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയുണ്ട് 8 മണിക്ക്. എന്റെ ബാല്യകാല അനുഭവങ്ങൾ പറയും. എല്ലാ ദിവസവും 5 മണിക്ക് പ്രഭാത പ്രാർത്ഥനയുണ്ട്. ആഴ്ചയിൽ 2 ദിവസം ദൈവവചനത്തിൽ നിന്ന് 15 മിനിറ്റ് വീതം പറഞ്ഞു. മിക്കവാറും ഒരു തിങ്കളാഴ്ചയോ
വ്യാഴാഴ്ച വെള്ളിയാഴ്ച അങ്ങനെ ആഴ്ച 2 ദിവസത്തിൽ കുറയുന്നു. ഞാൻ ഇന്ന് ഓർക്കുമെന്ന് കോളേജ് തുറന്ന പ്രീഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോൾ തലേ ദിവസം നല്ലൊരു ബൈബിൾ ക്ലാസ് എടുത്തു. എന്നിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ആ വാചകം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. കല്യാണം ആലോചിക്കാനല്ല നിന്നെ കോളേജിലേക്ക് വിടുന്നത് പഠിക്കാനാവുമെന്നുള്ളതാണ്. മനസ്സിലായോ? ഇത് റെക്കോർഡ് ചെയ്യുന്നു, കേൾക്കണം. ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. എല്ലാവരെയും കേൾക്കണമെങ്കിൽ കേൾക്കാം. ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, യൂട്യൂബിലുണ്ട്. ഈ പ്രസംഗം എല്ലാം കേൾക്കുക. അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, പേടിക്കരുത്. എന്നൊക്കെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിലെ വീർപ്പുമുട്ടുന്ന സാഹചര്യം കഴിഞ്ഞ് എങ്ങോട്ട് പോവാ? പ്രത്യേകിച്ച് അന്ന് ഈ ബോയ്സ് ഡേ സ്കൂളും ഗേൾസ് ഡേ സ്കൂളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. ഞങ്ങളൊക്കെ പഠിച്ചത് ബോയ്സ് ഡേ സ്കൂളിലാണ്. എൻ്റെ മകൾ പഠിച്ചത് ഗേൾസ് ഡേ സ്കൂളിലാണ്. പിന്നീടാണ് അതൊക്കെ മാറിയത്, ഗവൺമെന്റ് നിയമത്തിലൂടെ മാറി. അപ്പൊ കോളേജ് ഞാനിവിടെ തലമുമ്പ് ദേവസ്വം ബോർഡ് കോളേജിലാണ് പഠിച്ചത്. അതൊക്കെ ഒന്ന് തലമുമ്പ് സാറുടെ ഭാഷയാണ് ചാച്ച. അപ്പൊ അന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഞായറാഴ്ച വൈകുന്നേരം പ്രത്യേക ക്ലാസ്, തിങ്കളാഴ്ച കോളേജ് കൊടുക്കുക. എന്തിനാ കോളേജിലേക്ക് വിടുന്നത്? കല്യാണം ആലോചിക്കാനല്ല വിടുന്നത്, നിന്നെ പഠിപ്പിക്കാനാണ് വിടുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് പഠിച്ചു വന്നേ. അതൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമായി. ഞാനായിട്ട് കല്യാണം ആലോചിക്കാൻ പോയില്ല, അദ്ദേഹം ആലോചിച്ച കല്യാണം തന്നെ. അതുകൊണ്ട് എനിക്കൊരു ദോഷവും വന്നിട്ടില്ല, എനിക്കൊരു തിന്മയും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എന്നും സേവിക്കുന്ന ദൈവം, പ്രസംഗിക്കുന്ന ദൈവം, ആരാധിക്കുന്ന ദൈവം ആരിൽ നിന്ന് പകർന്നു കിട്ടിയതെന്ന് അറിയാമോ? എന്റെ അപ്പനിൽ നിന്ന് പകർന്നു കിട്ടിയത്. എന്നാൽ അവിടെ ഞാൻ ഒരു പടി കൂടെ ചേർന്ന് പറയാം, അപ്പന്റെ ദൈവമായിട്ട് മാത്രമല്ല ഇരിക്കുന്നത്, കുറച്ചുകൂടി എനിക്ക് പറയാനായിട്ട് കഴിയും. അപ്പന്റെ ദൈവം എന്റെയും കൂടെ ദൈവമാണ്. അപ്പന്റെ ദൈവം എന്റെയും കൂടെ ദൈവമാണ്. എല്ലാ മക്കളോർത്തോളം നിങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു കിട്ടിയ ദൈവത്തെ ഒരിക്കലും മറക്കരുത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച എത്ര വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു? കഴിഞ്ഞ ആഴ്ച എത്ര വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന? നിങ്ങളുടെ സമയം ഏതുമായിക്കൊള്ളട്ടെ, 7, 7, 8, 8, 9. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു പാട്ട് പാടി, ഒരു 10 വേദവാക്യെങ്കിലും ഒന്ന് വായിച്ച് ഒന്ന് പ്രാർത്ഥിച്ച വീടുകൾ എത്ര വീടുണ്ട്? ദൈവാനുഗ്രഹിക്കും. എത്ര വീട്ടിൽ പ്രഭാത പ്രാർത്ഥന ഉണ്ടായിരുന്നു? 5 ഇതൊക്കെ ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. 5, 5, 6, 6 എത്രയായിക്കൊള്ളട്ടെ, അവരവരുടെ ആരോഗ്യവും വീട്ടിലെ സാഹചര്യവും പോലെ. രാവിലെ എഴുന്നേറ്റ് ഒരു പ്രഭാതഗീതം, പിള്ളേർക്കൊക്കെ പ്രഭാതഗീതം അറിയാമോ? ഒരു പ്രഭാതഗീതമൊക്കെ പാടി പ്രാർത്ഥനയോടുകൂടെ ഒരു പുതിയ ദിവസത്തെ സ്വാഗതം ചെയ്ത എത്ര വീടുണ്ട്? ദൈവമക്കളെ, അതൊന്നും കുറച്ചിലല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ മാറ്റങ്ങളാണ് പിന്നത്തേതിൽ അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. വലിയ മാറ്റം പിന്നത്തേതിൽ അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് എല്ലാ വീടുകളിലും എന്തുണ്ടായിരിക്കണം? സന്ധ്യാപ്രാർത്ഥനയും എല്ലാ വീടുകളിലും പ്രഭാത പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. എല്ലാ വീടുകളിലെയും മാതാപിതാക്കന്മാർ മക്കളോട് ദൈവത്തിന്റെ വചനം പറയുന്നവരായിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഈ എൽവിഎസിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവന്റെ പ്രായത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തനായിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് പറഞ്ഞു കേൾപ്പിക്കണം. അപ്പൊ ഇവനെ ഞാൻ എന്റെ ചിന്തയാ വരുന്നത്, ഈ എൽവിഎസ് ഇരിക്കുന്ന പോലെ ഇങ്ങനെ അനങ്ങോതെ ഇങ്ങനെ ഇരുന്ന് കേൾക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം മണിമണിയായിട്ട് പറഞ്ഞു, ഇന്ന് പാസ്റ്റർ പറഞ്ഞത് ഉപയോഗിച്ചത് ഇന്ന പ്രസംഗമാണ്. ഒരു പേരെ ഒരു റെഫറൻസൊക്കെ തന്നിട്ടുണ്ട്, വേദോത്സവത്തിനകത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ കേൾപ്പിക്കണം. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാധനയിൽ മക്കൾ എത്രമാത്രം ശ്രദ്ധിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇന്ന് പിന്നെ ആരാധനയ്ക്ക് പോയിരിക്കാൻ ആര് ചോദിക്കുന്നു? അപ്പം വരുന്നില്ലല്ലോ. അപ്പം നേരം ജോലി വന്നാലല്ലേ പിന്നെ മോനോട് പോകാൻ പറയാൻ പറ്റുന്നുള്ളൂ. അപ്പനൊരു പരിപാടിയില്ലെങ്കിൽ അപ്പം വല്ല ഓണത്തിനോ വിഷുവിനോ സംക്രാന്തിക്കൊക്കെ പള്ളിയൊന്ന് കാണാൻ വേണ്ടി, ആരാധനാലയമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പാലൊക്കെ കറങ്ങുന്നുണ്ടോ, കസേരയൊക്കെ എങ്ങനെയുണ്ടോ, വല്ല മാറ്റം വല്ലതും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ ഒന്ന് വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് പിന്നെ മക്കളെങ്ങനെയാണ്? അപ്പൊ ഈ ചിന്താഗതികൾ മാറിയിട്ട് ആത്മാവിൽ നാം കർത്താവിന് വേണ്ടി മുന്നോട്ട് പോകണം. എല്ലാ ദൈവമക്കളും ഓർക്കുക, എല്ലാ വീടുകളിലും മാതാപിതാക്കന്മാർ മക്കളോട്
യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഉയർന്ന ആത്മീയ മൂല്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളും നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറയുകയും, നമ്മുടെ ഏറ്റവും നല്ല സഭയെന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാമോ? നമ്മുടെ വീടാണ് സഭയെന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലൊരു സഭയുണ്ട്. അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ വചനമൊക്കെ ഒന്ന് വായിച്ച് സന്തോഷിക്കുന്ന ആ വീട്ടിലെ ഒരു സഭയുണ്ട്. വീട്ടിലെ സഭ ആത്മീയ ബലമുള്ളതാണെങ്കിലാണ് ഇതിൽ വന്നു കഴിയുമ്പോൾ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. വീട്ടിൽ സഭയിൽ വേണ്ടതുപോലെ വീട്ടിൽ സഭയില്ലെങ്കിൽ, വീട്ടിൽ ആത്മീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, ആരാധനാലയങ്ങൾ എന്ന് പറയുമ്പോൾ വെറുതെ നമുക്ക് വന്നിരുന്നേച്ച് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് പറയാനായിട്ട് കഴിയുന്നു, എല്ലാ മക്കളും ഓർക്കുക, അപ്പന്റെ ദൈവത്തെ നന്നായിട്ട് അറിയണം. എല്ലാ ദൈവമക്കളും ഓർത്തോളണം, എനിക്ക് നന്നായിട്ട് അറിയണം, അപ്പന്റെ ദൈവത്തെ നന്നായിട്ട് അറിയണം. എനിക്ക് അറിയേണ്ട ഏറ്റവും നല്ല അറിവെന്ന് പറയുന്നത് എന്റെ ദൈവത്തെ കുറിച്ചുള്ള അറിവാണ്. ആ ദൈവത്തെ അറിയുവാൻ വേണ്ടി ഞാൻ സമയം ചെലവഴിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടമല്ല, അതെന്റെ ജീവിതത്തിൽ നന്മയാണെന്നുള്ളൊരു കാര്യം ഓർക്കണം. അതിന്റെ ജീവിതത്തിൽ വിശാലതയാണെന്നുള്ളൊരു കാര്യം ഓർത്തോണം. അതിന്റെ ജീവിതത്തിൽ ഉയർച്ചയാണെന്നുള്ളൊരു കാര്യം ഓർത്തോണം. അതിന്റെ ജീവിതത്തിൽ ശ്രേഷ്ഠതയാണെന്നുള്ളൊരു കാര്യം ഓർത്തോണം. അപ്പൊ ദാവീദ് തന്റെ മകനോട് പറയുന്ന ഒന്നാമത്തെ ആശയം ഇതാണ്: നീ എന്ത് ചെയ്യണം? നിന്റെ അപ്പന്റെ ദൈവത്തെ നീ അറിയണം. അപ്പന്റെ ദൈവത്തെ അറിയണം. ഞാൻ ഇതിന്റെ വാക്യങ്ങളൊന്നും ഇനി വായിപ്പിക്കാൻ നമുക്ക് സമയത്തിന്റെ പരിധിയുണ്ട്. അടുത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? അപ്പന്റെ ദൈവത്തെ അറിയണം. പിന്നെ നോക്കിക്കേ, 9-ാമത്തെ വാക്യത്തിൽ, നീയോ എന്റെ മകനായ ശലോമോനെ നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും, അടുത്തത്, അറിഞ്ഞ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യണം. അപ്പന്റെ ദൈവത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞു, പക്ഷേ അറിവ് മാത്രമായിട്ട് ചെയ്യുകയാണ്. എന്റെ അപ്പൻ ഭക്തനായിരുന്നു, എന്റെ അപ്പൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, എന്റെ അപ്പൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നയാളാണ്, ഒറ്റ ആരാധന പോലും മുടക്കാത്ത ഒരാളാണ്. നല്ല കാര്യമാണ്. പക്ഷെ മകനിലേക്ക് ആ അനുഗ്രഹം വരണമെങ്കിൽ അവിടെ പറയുന്നൊരു കാര്യം ഇതാണ്: പാതി മനസ്സല്ല, പാതി ഹൃദയമല്ല, പൂർണ്ണ ഹൃദയം വേണം. ഓരോ മക്കളും ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്: പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സേവിക്കണം. പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും. ദൈവസേവയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നാന്നറിയാമോ? മനസ്സ് നല്ലതായിരിക്കും. ചിലരെ കുറിച്ച് പറയുകയില്ല, എന്നാ പറയുന്നത്? മനസ്സ് കൊള്ളു. കാണുന്ന പ്രകൃതമല്ല, അകം ശരി. കാണുന്ന പ്രകൃതം നല്ലതാണ്, നല്ല നിറം, നല്ല സൗന്ദര്യം, നല്ല പ്രസവം, നല്ല പെരുമാറ്റം, നല്ല ഇടപെടലം. പക്ഷെ അടുത്തടുത്തടുത്തടുത്തടുത്തടുത്തടുത്ത് ചകഞ്ഞ് ആ മനസ്സൊന്ന് വായിക്കാനായിട്ട് പരിശ്രമിച്ചാൽ എങ്ങനെയായിരിക്കും? ഒന്നുകൂടി മനസ്സിന് പിടി കൊടുക്കൂല. അല്ലെങ്കിൽ വായിച്ചാലും മനസ്സ് അത്ര ക്ലിയർ വരും. പക്ഷെ അങ്ങനെയുള്ള മനസ്സുകൊണ്ട് ഒരിക്കലും ദൈവത്തിൽ നിന്നും പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല. സംഘടനകാരൻ മറ്റൊരു ഭാഗത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ചെയ്യുന്നത്. ഇന്ന് ഈ ആരാധനാലയത്തിൽ ഞാനായിരിക്കുമ്പോൾ, ശുശ്രൂഷിക്കുകയും ഈ ആരാധനയെ സംബന്ധിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങൾ എല്ലാവരേക്കാൾ ഉപരിയായിട്ട് ദൈവം അറിയുന്നത് എന്റെ മനസ്സാണ്. ഞാൻ നല്ല മനസ്സോടെയാണോ ദൈവസന്നിധിയിലായിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നല്ല മനസ്സോടെ ദൈവസന്നിധിയിലാണെങ്കിൽ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവും. എത്ര പേർക്ക് കാര്യം പറയാൻ കഴിയും? കർത്താവേ, ദൈവസേവയിൽ നല്ല മനസ്സെനിക്ക് തരണമേ. അതിന് പുതിയ ഇഷ്ടത്തിൽ പൗലോസ്ലിഹ കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ പറയുന്നത് നല്ല മനസാക്ഷി എന്നാ പറയുന്നത്. ചിലരുടെ മനസാക്ഷി ദുർമനസാക്ഷി, ചീത്ത മനസാക്ഷി, കുറ്റബോധമില്ലാത്ത മനസാക്ഷി. ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലിഹ വീണ്ടും പറയുന്ന ഒരു കാര്യം ഇതാണ്: ദുർമനസാക്ഷി നീങ്ങുമാറ് ശുദ്ധ വെള്ളത്താൽ കഴുകൽ പ്രാപിച്ചവരാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്. ഏതാ? ദൈവത്തിന്റെ വചനമാകുന്ന ശുദ്ധ വെള്ളത്താൽ. ഓരോ പ്രാവശ്യവും കേൾക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വചനം എന്തിനാ? നമ്മുടെ മനസ്സാക്ഷിയെ കഴുകിയെടുക്കാൻ വേണ്ടിയാണ്. നല്ല മനസ്സ് രൂപപ്പെടാൻ വേണ്ടിയാണ്. നല്ല ചിന്താഗതികൾ വരാൻ വേണ്ടിയാണ്. ആരാധനയിലും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ആധ്യാത്മികമായ കാര്യങ്ങളിലും ഭൗതികമായ തലങ്ങളിലെല്ലാം ഒരു നല്ല മനസ്സാക്ഷിയോടെ, നല്ല മനസ്സോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അത് പിന്നത്തേതിൽ നന്മയാക്കാൻ ദൈവം കഴിവുള്ളവനാണ്. കർത്താവിന്റെ സ്തോത്രം.
അപ്പൊ അപ്പന്റെ ദൈവത്തെ അറിയണം. അറിഞ്ഞ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കണം. മനസ്സിലായോ? എല്ലാവരും മനസ്സിലാവുന്നുണ്ടോ? പൂർണ്ണ ഹൃദയം വേണം. പിന്നെ നല്ല മനസ്സ് വേണം. നല്ല മനസ്സ് വേണം. മനസ്സോടെയാണോ ആരാധനയ്ക്ക് വന്നത്? മനസ്സോടെയാണോ കർത്താവിന്റെ സേവ ചെയ്യുന്നത്? വീണ്ടും പുലസ്ത്രീക പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യർക്കെന്നല്ല ദൈവത്തിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. നമ്മൾ ആരും പ്രസാദിപ്പിക്കാൻ വേണ്ടിയില്ല. മാനുഷികമായ ബന്ധങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിലനിൽക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എങ്കിൽ അതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, ദൈവനാമത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നു. അപ്പൊ നല്ല പൂർണ്ണ ഹൃദയം വേണം, നല്ല മനസ്സ് വേണം. പിന്നെ എന്താ പറയുന്നത് നോക്കിയേ നിങ്ങളവിടെ? യഹോവ സർവ ഹൃദയങ്ങളെയും പരിശോധിക്കുകയും പിന്നെ അടുത്ത വായിച്ചേ, വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത് നീ അറിയണം. ദൈവം എല്ലാം അറിയുന്ന ഒരു ദൈവമാണ്. സകല ഹൃദയങ്ങളെയും ദൈവം എന്ത് ചെയ്യുന്നു? അവ ഏറ്റവും നല്ല ഡോക്ടർ ദൈവമാണ്. സങ്കീർത്തനക്കാരൻ അതുകൊണ്ട് ആവശ്യപ്പെടുന്നുണ്ട്, എന്നെ ഒന്ന് പരിശോധിക്കണമേ എന്ന് പറഞ്ഞ് പരിശോധനയ്ക്ക് തന്റെ ശരീരം വിധേയപ്പെടുത്തുന്നുണ്ട്, തന്റെ മനസ്സ് വിധേയപ്പെടുത്തുന്നുണ്ട്, തന്റെ അന്തരംഗങ്ങളെയൊക്കെ ശോധന ചെയ്യാൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നു. ഒരു നല്ല ഡോക്ടറെ അടുക്കിലേക്ക് എന്നിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് എനിക്കൊന്ന് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്നത് പോലെ പരമവൈദ്യനായിരിക്കുന്ന ഗലയാദിലെ നല്ല വൈദ്യനായിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഇനി എന്നെ പരിശോധിക്കണ്ട എന്നും പറഞ്ഞ് ചെക്കപ്പിന് വിധേയപ്പെടാതെ എത്ര നമ്മൾ മാറി നടന്നാലും ദൈവം നന്നായിട്ട് നമ്മെ പരിശോധിക്കുന്നവനാണ്. ചില പറയില്ല, ഞാനൊരു ചെക്കപ്പിനും പോകാറില്ല, മരുന്നോട്ട് വെച്ച് കാണാമെന്ന് പറഞ്ഞ് പോകുന്ന ചില ആളുകളാണ്. ശരി, അവർ പോകാറില്ല. അതിനൊരു പക്ഷേ അവർക്ക് അതിനുള്ള മനസ്സില്ലായിരിക്കാം, സാമ്പത്തിക ശേഷിയില്ലായിരിക്കാം. അതുമായി ബന്ധപ്പെട്ട് ഈ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കേൾക്കാൻ പോകുന്നത് എന്താണോ അതിനെ ഉൾക്കൊള്ളാനും അതിന്റെ അടുത്ത ട്രീറ്റ്മെന്റും അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള മാനസികമായ കുറെ പരിമിതികളോട് അവർ മരുന്നോട്ട് വെച്ച് കാണാമെന്ന് പറഞ്ഞെങ്കിൽ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടൊന്നും അറിയുന്നില്ല. എന്നാൽ ആധ്യാത്മികതയിൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു പോയാലും അങ്ങനെ വിട്ടുകളയുന്നവനല്ല ദൈവം. നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും നമ്മെ പരിശോധിക്കും. മനസ്സിലായോ? ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ പിടി കൊടുത്തില്ലെങ്കിലും നമ്മളെ പിടിക്കേണ്ട രീതിയിൽ ദൈവം പിടിക്കുന്നവനാണ്. കർത്താവിന്റെ സ്തോത്രം. പണ്ടത്തെ ദൈവദാസൻ പറഞ്ഞതുപോലെ ഓടിച്ചിട്ട് പിടിക്കും ദൈവം. ഓരോ സാഹചര്യങ്ങളിലൂടെ ദൈവം പിടിക്കും, ഓരോ പ്രത്യേക അനുഭവങ്ങളിലൂടെ ദൈവം പിടിക്കും. അപ്പൊ ദൈവം പരിശോധിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ അത് ഗ്രഹിക്കുന്നവനാണ്. ദൈവം എല്ലാം അറിയുന്നവനാണ്. അപ്പൊ ഓരോരുത്തരും ഓർക്കുക, എന്നെ നന്നായി പരിശോധിക്കുന്ന, എന്നെ നന്നായി അറിയുന്ന, എന്നെ നന്നായി ഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവത്തിന്റെ പാദമെടുത്തെങ്കിലാണ് ഞാൻ ആയിരിക്കുന്നത്. അതെന്തിനാ അങ്ങനെ ഒരു ചിന്ത അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അറിയാമോ? ജീവിതം സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി. മനസ്സിലായി? ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, ദയയോടെ ഘോഷിച്ച് പ്രസിദ്ധീകരിക്കും. ഇന്നത്തെ കാലത്തിൽ പ്രത്യേകത അറിയാം. വീട്ടിലും നാട്ടിലും മിണ്ടാൻ വയ്യ, മിണ്ടിയാലുള്ള സമാധാനവും ഉള്ള സ്നേഹവും ഇല്ലാത്ത. പണ്ട് മനുഷ്യൻ തിരുത്തലുകൾക്കൊക്കെ വിധേയപ്പെടും. ഇന്ന് തിരുത്തലുകൾക്ക് ആരും വിധേയപ്പെടുകയില്ല. പണ്ടൊരു അസ്വസ്ഥതയും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസം വന്നാലും ക്ഷമ പറഞ്ഞ് വീണ്ടും സ്നേഹത്തിലേക്കും സൗഹാർദ്ദത്തിലേക്കും പോകും. ഇന്നൊരു അസ്വസ്ഥതയും പ്രശ്നവും വന്നു കഴിഞ്ഞാൽ കോലൊടിച്ചതുപോലെ പിന്നെ ജീവിതത്തിൽ അത് മുറിക്കൂടുന്നില്ല. അങ്ങനെയുള്ള കുറെ പ്രവണതകൾ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആരോടും ഒന്നും മുഖത്ത് നോക്കി പറയുന്നത് ഇഷ്ടമല്ല, തിരുത്തി കൊടുക്കുന്നത് ഇഷ്ടമല്ല. ആ ഒരു തെറ്റായ കാഴ്ചപ്പാടുകളിലൂടെ ലോകം മുന്നോട്ട് പോകാം. പിള്ളേർ ഉൾപ്പെടെ തിരുത്തപ്പെടാൻ തയ്യാറാകാതെ പോകുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് ഈ ദൈവവചന ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്. എന്നെ പരിശോധിക്കുകയും എന്നെ ഉള്ള അവസ്ഥകൾ ഉള്ളതുപോലെ ഗ്രഹിക്കുകയും ചെയ്യുന്ന, എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്ന, മനസ്സിലായോ? വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം നന്നായിട്ട് ഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യം ഏതാണ്? ഇരുട്ട് പോലും ദൈവമേ നിനക്ക് മറവായിരിക്കുന്നില്ല. ഞാൻ സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെ നിന്റെ കൈ എന്നെ നടത്തും.
മറ്റൊരു ഭാഗത്ത് പറയുന്നു, പ്രാവിനുള്ളതുപോലെ എനിക്കൊരു ചിറകുണ്ടായിരുന്നു എങ്കിൽ ഞാൻ ദൂരദേശത്തേക്ക് പറന്നു പോകുമായിരുന്നു. അങ്ങനെ പറന്നു പോയാൽ പോലും ഞാൻ ചെല്ലുന്ന ഇടത്തും ഒരു ദൈവത്തിന്റെ ഇടപെടലുണ്ട്. ദൈവത്തെ മറന്നെനിക്ക് പോകാൻ കഴിയത്തില്ല. എന്റെ ചിന്തകളെയും നിരൂപണങ്ങളെയും ഗ്രഹിക്കുന്ന എന്റെ കൂടെ ആരെല്ലാം ഉണ്ടോ അവരെക്കാളും എല്ലാവരെക്കാൾ ഉപരിയായി ഗ്രഹിക്കുന്ന ഒരു ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് മനസ്സാക്ഷിക്ക് വിധേയപ്പെട്ട് ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകണം. അവിടെ ദൈവത്തിന്റെ നീതി നമുക്ക് അനുഭവിച്ചറിയാനിടയായിത്തീരും. പിന്നെ പറയുന്ന ഒരു കാര്യം ഏതാണ്? ആ വാക്യത്തിന്റെ 9ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ വേദഭാഗം എന്താണ് പറയുന്നത് അറിയാമോ? നീ അവനെ ദൈവത്തെ അന്വേഷിക്കുന്നു എങ്കിൽ അവനെ കണ്ടത്. അടുത്തത്, ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. നിങ്ങൾ ശ്രദ്ധിച്ചു, ഇരക്ഷ ഒഴികെ ബാക്കിയുള്ളതെല്ലാം ദൈവത്തിന്റെ വ്യവസ്ഥകൾക്ക് വിധേയപ്പെട്ട് കിട്ടുന്നതാണ്. രക്ഷയ്ക്ക് നമ്മളൊന്നും കൊടുക്കണ്ട. രക്ഷ സൗജന്യമാണ്. രക്ഷ കൃപയാൽ കിട്ടുന്നത്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും പിന്നീട് കിട്ടുന്ന മുഴുവൻ ഭൗതിക ആത്മീയ അനുഗ്രഹങ്ങളും ദൈവത്തോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കിട്ടുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. നീ ദൈവത്തെ അന്വേഷിച്ചാൽ നിനക്ക് ദൈവത്തെ കണ്ടെത്താനായിട്ട് കഴിയും. എന്നിലേക്ക് വരണമേ, ഞാൻ അങ്ങയെ പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥനയോടും ധ്യാനത്തോടും ഉപവാസത്തോടും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം സൂക്ഷിച്ചു ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്നെ കാത്തിരിക്കുന്ന ഓരോരുത്തരും ലജ്ജിച്ചു പോകത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഒരിക്കലും ലജ്ജിച്ചു പോകേണ്ടതായിട്ട് വരത്തില്ല. ഒരു മറുഭാഗം, എനിക്ക് ദൈവത്തെ വേണ്ടെന്ന് പറയാം. അപ്പന്റെ ദൈവത്തെ വേണ്ട, ഞാൻ അറിഞ്ഞ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ഞാനൊക്കെ സ്വന്തം വഴികളിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലോ ദൈവം എന്നാ പറയണെന്നറിയാമോ? പൊക്കോളാൻ പറയും, നീ പൊയ്ക്കോളാൻ പറയും. അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ ദൈവത്തെ ഉപേക്ഷിക്കുന്നു എങ്കിൽ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. അവൻ തള്ളിക്കളയും. പിന്നെ അത് വേദനയായിത്തീരും, പിന്നെ അത് ദുഃഖമായിത്തീരും, പിന്നെ അത് ഭാരമായിത്തീരും, അപമാനമായിത്തീരും, അവഹേളനമായിത്തീരും, അസ്വസ്ഥതയായിത്തീരും. അത് വരാതെ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച് നൽകിയ അപ്പന്റെ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുക. എന്റെ ദൈവത്തിന് അപ്പന്റെ ദൈവം മാത്രമായിട്ടല്ല ഇരിക്കേണ്ടത്. എന്റെ അപ്പന്റെ ദൈവം എന്റെയും ദൈവമാണ്. എന്റെ അമ്മയുടെ ദൈവം എന്റെയും ദൈവമാണ്. എന്റെ ഭർത്താവിൽ എനിക്ക് പകർന്നു കിട്ടിയ ദൈവം എന്റെയും ദൈവമാണ്. എന്റെ ഭാര്യയിൽ എനിക്ക് പകർന്നു കിട്ടിയ ദൈവം എന്റെയും ദൈവമാണ്. ഇനി മക്കളാണോ ആദ്യ വിശ്വാസത്തിൽ വന്നത്, എന്റെ മക്കളിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിയ ദൈവം എന്റെയും ദൈവമാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ഈ ദൈവം എന്ന് വന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ദൈവത്തെ തള്ളിക്കളയരുത്, ദൈവത്തെ ഉപേക്ഷിച്ച് കളയരുത്, ദൈവത്തോട് അനിഷ്ടമായി ഇടപെടരുത്. ദൈവത്തോട് ഒത്തുവരുത്തത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ എത്രമാത്രം നിരപ്പിന്റെ അനുഭവത്തിൽ പോകാൻ കഴിയുമോ അത്രമാത്രം മുന്നോട്ട് പോകുക. ഒരു ലേഖനത്തിൽ പൗലോസ് അതിനെ കുറിച്ച് പറയുന്നത്, ഞങ്ങൾ നിരപ്പിൻ ശുശ്രൂഷക്കാരാണെന്നാണ് പറയുന്നത്. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ നിരപ്പിൻ ശുശ്രൂഷയാണ് പുതുനിയമത്തിന്റെ ശുശ്രൂഷ. പുതുനിയമ ശുശ്രൂഷയുടെ പ്രത്യേകതകൾ പരിശുദ്ധാത്മാവ് പലത് കൊടുത്തിട്ടുള്ളതിൽ ഒന്നാണ് മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുക. അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷയാണ് പുതുനിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. കാരണം മനുഷ്യനെ എപ്പോഴും സാത്താന്യ ശക്തികൾ തെറ്റായ ക്രമങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ച് മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് എപ്പോഴും കോപമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, അവന്റെ മൂക്കിൽ നിന്ന് പുക മുങ്ങി. ദൈവകോപത്തിന്റെ പുകയാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതിന്റെ കാരണക്കാരൻ ആരാണെന്ന് അറിയാമോ? പിശാചാണ്. സർപ്പം ഹവ്വയെ ഉപായത്താൽ തെറ്റിച്ച് കളഞ്ഞതുപോലെ എല്ലാ മനുഷ്യനെയും വിവിധ സാഹചര്യങ്ങളിലൂടെയും വിവിധ സമ്മർദ്ദങ്ങളിലൂടെയും കടത്തിവിട്ട് പിശാച് തെറ്റിച്ച് കളയുകയാണ്. എന്നാൽ ഇതിനെ നമുക്ക് എങ്ങനെ ജയിപ്പാനായിട്ട് കഴിയും? വചനത്താലും ആത്മാവിനാലും ജയിപ്പാനായിട്ട് കഴിയും. ഇന്ന് ഈ ആരാധനാലയത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവശബ്ദം, ദൈവത്തെ കുറിച്ചുള്ള ദൈവശബ്ദം, ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തെ കുറിച്ചുള്ള ദൈവശബ്ദം, ദൈവത്തെ കൂടുതൽ അറിയുവാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന ഈ ദൈവശബ്ദം നല്ല മനസ്സിനെ
കുറിച്ചുള്ള ഈ ദൈവശബ്ദം, ഹല്ലേലൂയ, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്ന ദൈവശബ്ദം മറന്നു പോകാതെ ദൈവനാമത്തിന് വേണ്ടി നമുക്ക് നിൽപ്പാനായിട്ട് കഴിയണം. ലക്ഷ്യത്തിലെത്തിക്കുവാൻ ദൈവം കഴിവുള്ളവനാണ്. സ്തോത്രം. ഇവിടെ വരുന്ന വാക്യം ഇവിടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ നോക്കിക്കേ, അതിന്റെ 10-ാമത്തെ വാക്യം. ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യങ്ങളാണ്. നീ എന്ത് ചെയ്യണം? എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കാൻ പറയുന്നതാണ് അപകടകരമായ മുന്നറിയിപ്പാണ്. നീ സൂക്ഷിക്കണം. അപകടകരമായ മുന്നറിയിപ്പ്. ആ സൂക്ഷിക്കാൻ പറഞ്ഞതിനോട് ചേർത്ത് ആ സെന്റൻസ് അവിടെ അവസാനിപ്പിക്കുകയല്ല, അതോട് ചേർന്ന് പറയുകയാണ്, വിശുദ്ധ മന്ദിരമായ ഒരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. പറഞ്ഞാൽ അവിടെ ആശയം, ആരാധനാലയത്തോടുള്ള ബന്ധത്തിൽ നിനക്കൊരു ഉത്തരവാദിത്വം, നിനക്കൊരു ശുശ്രൂഷ. മനസ്സിലായോ? ചില കാര്യങ്ങൾ നടത്താൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനു വേണ്ട ഒരു അഭിഷേകം ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട്. അതിൽ പക്ഷേ ഭൗതികത്തിലായിരിക്കാം, ആധ്യാത്മികതയിലായിരിക്കാം, ഒരു പ്രാർത്ഥനയുടെ പിൻബലം കൊടുക്കാനായിരിക്കാം. മനസ്സിലായോ? ഒരു പ്രാർത്ഥനയുടെ പിൻബലം കൊടുക്കാനായിരിക്കാം. ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുന്ന ഒരു ആത്മനിറവിന്റെ ഒരു വാക്ക് കൊണ്ടായിരിക്കാം. എല്ലാവരും കാശുള്ളവരല്ല, എല്ലാവരും ആരോഗ്യമുള്ളവരല്ല, എല്ലാവരും ബുദ്ധി വൈഭവമുള്ളവരല്ല, എല്ലാവരും ഒത്തിരി ജ്ഞാനമുള്ളവരല്ല. പക്ഷെ ഓരോരുത്തർക്കും ദൈവം ഓരോ താലന്ത് നൽകി തന്നിട്ടുണ്ട്. ഒരു താലന്ത് നൽകി തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി, ദൈവനാമം മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാനായിട്ടുള്ള ഉത്തരവാദിത്വം, മനോഭാവം അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആരും തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിയിരിക്കരുത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവസേവയിൽ വ്യാപൃതരായിട്ട് മുന്നോട്ട് പോകണം. അവർ ചെയ്യട്ടെ, ഇവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവിടുകയല്ല. കർത്താവേ, എന്നെ ഏൽപ്പിച്ചത് ഏതാണോ അത് ചെയ്തെടുക്കാൻ ആവശ്യമായ കൃപ എനിക്ക് നൽകണമേ. എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഒരു ആത്മീയ ശുശ്രൂഷയാണെങ്കിൽ അത് ചെയ്തെടുക്കാൻ ആവശ്യമായ കൃപ എനിക്ക് നൽകണമേ. ഒരു ഭൗതിക ശുശ്രൂഷയാണെങ്കിൽ അത് ചെയ്തെടുക്കാനായിട്ട് ആവശ്യമായ കൃപ എനിക്ക് നൽകണമേ. പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥന ജീവിതത്തിൽ നിന്നും മാറരുത്. ഓരോരുത്തർക്കും വരം ലഭിച്ചതുപോലെ, കൃപ ലഭിച്ചതുപോലെ, ആത്മാവിന്റെ പ്രകാശനം ലഭിച്ചതുപോലെ ആത്മാവിൽ ജ്വലിച്ച് പ്രകാശിപ്പാനായിരിക്കണം. വചനം പറയുന്നു, പുറകിലേക്ക് മാറാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ആത്മാവിൽ കർത്താവിന് വേണ്ടി മുന്നോട്ട് പോകണം. എഴുന്നേറ്റ് പ്രകാശിക്കുക, ജ്വലിച്ച് പ്രകാശിക്കുക. നാം ആകുന്ന വിളക്ക് കത്താൻ ആവശ്യമായ എണ്ണ, പരിശുദ്ധാത്മാവാകുന്ന എണ്ണ എന്റെ പേര് നിങ്ങളുടെ പേര് ദൈവം നൽകിയിട്ടുണ്ട്. ആരാധനയിലും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ആധ്യാത്മിക തലങ്ങളിലും വിശുദ്ധ ജീവിതത്തിലും ഭൗതിക തലത്തിലും ഒന്നുകൂടെ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ എനിക്ക് പ്രകാശിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തുവാനാകണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം പരിശുദ്ധാത്മാവിന് എത്രമാത്രം പ്രാധാന്യത കൊടുക്കുന്നു. ഞാൻ പലരുടെയും പ്രാർത്ഥന ശ്രദ്ധിക്കാറുണ്ട്. അത് പറയാൻ പാടില്ലല്ലോ നോക്കാൻ പെട്ടെന്ന്. ഈ ആരാധനയുടെ അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് സമയം തരുന്ന എന്തിനു വേണ്ടി? നാട്ടുകാരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, ആരാധനയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം. നാട്ടുകാരും മാനസാന്തരപ്പെടാൻ വേണ്ടി അന്നേരം പ്രാർത്ഥിക്കേണ്ട. നാട്ടുകാർ മാനസാന്തരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുമ്പോൾ കടുകറി പോകരുത്. കർത്താവേ, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്, ഞങ്ങൾക്ക് വചനം ആവശ്യമാണ്. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദൈവനാമത്തിന് മഹത്വം വരുന്ന സ്ഫുടമായ വാക്കുകൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് പഠിച്ചിട്ട് വരണം. നല്ല വാക്കുകൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അർത്ഥസമ്പുഷ്ടമായിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക്, കേൾവിക്കാർക്ക് ആവശ്യം വരുന്ന നമ്മുടെ വാചകത്തോട് ചേർന്ന് പറയുന്ന, സ്തോത്രം പറയുന്ന നല്ല വാചകങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. മനസ്സിലായി? നമ്മുടെ വാക്കുകൾ മറ്റൊരാളെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നതായിരിക്കണം. നമ്മുടെ ഇടപെടലുകൾ പ്രചോദിപ്പിക്കുന്നവർ. നമ്മളെ കാണുന്ന ഒരാള് നമ്മളോ ഉറക്കം പൊങ്ങിക്കൊണ്ടിരിക്കുക, അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണുന്നവരെന്ത് ചെയ്യും? വേഗത്തിൽ അവർ ഉറങ്ങുന്നില്ല. അല്ല, നമ്മുടെ ശബ്ദം മറ്റൊരാളെ പ്രചോദിപ്പിക്കണം. നമ്മുടെ ബോഡി ലാംഗ്വേജ് മറ്റൊരാളെ പ്രചോദിപ്പിക്കുന്നതായിരിക്കണം. ലോകത്തെ മാറ്റിമറിച്ച, ഇളക്കി മറിച്ച പ്രഭാഷണങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് എന്നാണെന്നറിയാമോ?
ക്ഷണത്തിൽ ആവേശത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവരുടെ ഇടപെടലുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ചിന്താഗതികൾ, സാധാരണക്കാരായ ആളുകൾക്ക് ഉത്തേജനം കൊടുക്കുന്ന വാക്കുകൾ, ധൈര്യം കൊടുക്കുന്ന വാക്കുകൾ. ഞാൻ പറഞ്ഞു വരുന്നത് ഏത് പ്രാർത്ഥനയാണ് എന്നവരുടെ ചിന്താഗതി ഉണ്ടായിരിക്കണം. ആരാധനയുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് വരുമ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഹൃദയസ്പർശിയായ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. സഹോദരന്മാർ അതിന് തയ്യാറാകണം. ഹൃദയസ്പർശിയായ ദേശത്തിന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ഭരണകൂടത്തിന് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തിക്കായി നമ്മൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സ്തോത്രം. ഇങ്ങനെ ദൈവസന്നദ്ധിയിൽ നാം ചെയ്തെടുക്കുന്ന ഓരോ ശുശ്രൂഷകളും ദൈവം നമുക്കൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. ദൈവം നമുക്കൊരു കഴിവ് നൽകി തന്നിട്ടുണ്ട്, ഒരു താലന്ത് ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. താലന്തുകൾ കുഴിച്ചു മൂടരുത്. ആത്മാവിൽ നമ്മളത് വിനിമയം ചെയ്യണം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്നുള്ള വിളി കേൾക്കുന്ന ദിവസം അടുത്തു വരികയാണ്. ദൈവത്തെ ഒന്ന് മകതപ്പെടുത്തുകയാണ്. യേശുവിന്റെ വരവിനോട് നമ്മൾ അടുത്തു വരികയാണ്. ആ രാജ്യത്തോട് നമ്മൾ അടുത്തു വരികയാണ്. ആ നിത്യതയോട് നമ്മൾ അടുത്തു വരികയാണ്. പോകാൻ സമയമായി എന്ന് ഓർക്കണം. ഇവിടെ ജീവിച്ച് കൊതി തീർന്നില്ല എന്നുള്ളതല്ല. കർത്താവിനോട് പറ, വരാൻ സമയമായി എന്ന് ഞാൻ അറിയുന്നു. എന്റെ പ്രവാസകാലം തീരാറായി, എന്റെ കർത്താവിനോട് ചേരാറായി. ഇത് നമ്മുടെ ഉള്ളിലൊരു ആവേശമായിരിക്കണം. ഇത് നമ്മുടെ ഉള്ളിലൊരു ബലമായിരിക്കണം. യേശുവിന് വേണ്ടി, യേശുവിനെ കാണാൻ, തന്റെ രാജ്യത്തിലേക്ക് ചെല്ലുവാൻ വേണ്ടി ഓരോ ദിവസവും ആത്മീയ പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. കർത്താവിനെ സ്തോത്രം. ഓരോരുത്തരെയും ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. അതോട് പറയുകയാണ്, ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക. വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിയുവാൻ യഹോവ നിന്നെ ഏറ്റവും വരുന്ന വാചകം എന്താണെന്നറിയാമോ? ധൈര്യപ്പെട്ടത് നടത്തി. ആരും പഠിച്ചിരിക്കുന്നവരില്ലല്ലോ. ഈ പ്രസംഗം കേട്ടൊരു ധൈര്യം വന്നാലും സ്വപ്നം ചെയ്യുന്നത്. വ്യക്തിപരമായ ജീവിതം ധൈര്യമായി തീരട്ടെ, കുടുംബജീവിതത്തിൽ ഒരു ധൈര്യമായി തീരട്ടെ, നമ്മുടെ ആധ്യാത്മികതകളിൽ ഒരു ധൈര്യമായി തീരട്ടെ, നമ്മുടെ ഭൗതികതയിൽ ഒരു ധൈര്യമായി തീരട്ടെ. തലയുടെ മണിക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ എല്ലാ ദൈവമക്കളും ദൈവത്തിന്റെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, തിരുനാമത്തിനായിട്ട് നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ദൈവം നിങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ദാവീദ് തന്റെ മകനായ ശലോമോന് കൊടുത്ത നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് പോഷണമായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ ദൈവത്തെ ഒരിക്കലും മറന്നു കളയാതെ അപ്പന്റെ ദൈവത്തെ ആത്മാവിൽ തിരിച്ചറിയുവാൻ നിങ്ങളെ സഹായിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ ദൈവസേവയിൽ വ്യാപൃതരായി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചിന്തകളെയും വിചാരങ്ങളെയും നിരൂപണങ്ങളെയും അറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ചിന്തയോടെ ഉൾക്കാഴ്ച ബോധത്തോടും ആത്മീയ ഭയത്തോടും ദൈവഭയത്തോടും കൂടെ മുന്നോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കലും നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാതെ ആത്മാവിൽ അങ്ങ് അന്വേഷിച്ച് അങ്ങയോട് ചേർന്നിരിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ആത്മീയ ശുശ്രൂഷയോടെ ബന്ധത്തിൽ ഒരു ദൗത്യം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധൈര്യത്തോടുകൂടെ ആ ഉത്തരവാദിത്വം നിർവഹിച്ചു പോകുവാൻ സഹായിക്കണമേ. മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ.